സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. പോലീസ് കണക്ക് പ്രകാരം ഇന്നലെ 18ാം പടി കയറ്റിയത് 97,286 തീർത്ഥാടകരെയാണ്. ഇന്നും ദർശനത്തിന് 1 ലക്ഷത്തിനടുത്ത് തീർത്ഥാടകർ എത്തുമെന്നാണ് കണക്കുകൂട്ടൽ. പമ്പ മുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. CV അനുമോദ് സന്നിധാനത്ത് നിന്നും ചേരുന്നുണ്ട്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. അവധി ദിവസങ്ങളാണ്. ഇന്നലെ ശനിയാഴ്ചയാണ്, ഇന്ന് ഞായർ, നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ അവധി ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള തിരക്കും സന്നിധാനത്തുണ്ടാകും. എങ്ങനെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പമ്പ മുതലുള്ള നിയന്ത്രണങ്ങളാണോ കണ്ടുവരുന്നത്? രഞ്ജിനി, ഗുഡ് മോർണിംഗ്. വലിയ തിരക്ക് നമുക്കറിയാം. ഇത് അവധി ദിവസങ്ങളാണ്. സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാത്രമല്ല, മണ്ഡല പൂജയുടെ ഒരു സമയം കൂടിയാണ്. അപ്പോൾ ഇനി 28ാം തീയതി 27ാം തീയതി രാത്രി നടയടയ്ക്കും. അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ വലിയ തിരക്ക് തന്നെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വെർച്വൽ ക്യൂ വഴി ഇന്നും ഏതാണ്ട് 90,000-ഓളം പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 ലക്ഷത്തോളം പേർ എങ്ങനെയായാലും ഇന്ന് ഇവിടെ കടന്നെത്തും എന്നുള്ള ഒരു കണക്കൂട്ടൽ തന്നെയാണ് അധികൃതർക്ക് ഉള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് പമ്പ മുതൽ സന്നിധാനം വരെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അപ്പാച്ചിമേട് വരെ തന്നെ അയ്യപ്പന്മാരുടെ വരി നീണ്ടിരിക്കുന്നു. സാധാരണ മരക്കൂട്ടം മുതലാണ് നിയന്ത്രിക്കുന്നത് എങ്കിൽ ഇപ്പോൾ അതിനു മുൻപ് തന്നെ അപ്പാച്ചിമേട് മുതൽ തന്നെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ്. മണിക്കൂറുകൾ എടുക്കും. സ്വാഭാവികമായിട്ടും 8-10 മണിക്കൂറുകളൊക്കെ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം സന്നിധാനത്തുണ്ട്. ഇപ്പോൾ ഇനി പമ്പയിൽ നിന്ന് കൃത്യമായ ഇടവേളകൾ, അതായത് അരമണിക്കൂർ വെച്ച് ഇടവേളകൾ എടുത്താണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രാവിലെ അയ്യപ്പന്മാർ ദർശനം കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ വേഗതയും എണ്ണവും കൂടി കണക്കാക്കിയാണ് പമ്പയിൽ നിന്നും അയ്യപ്പന്മാരെ കടത്തിവിടുക. എന്താണെങ്കിലും ഒരു 10 മണി വരേക്ക് ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കും പമ്പയിലും ഉണ്ടാവുക. തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയാണെങ്കിൽ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കുമുള്ള അയ്യപ്പന്മാരുടെ വാഹനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. അത് പഴയ പോലെ ഏതെങ്കിലും ഒരു വഴിയിലായിരിക്കില്ല, മറിച്ച് ഇടത്താവളങ്ങളിൽ അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുന്ന ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിലായിരിക്കും ഇവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഈ സമയം വരേക്ക് 25,000-ഓളം അയ്യപ്പന്മാരെ 18ാം പടി കയറ്റിയിട്ടുണ്ട്. അതായത് മണിക്കൂറിൽ 4,000-ത്തിലധികം പേർ ഇവിടെ 18ാം പടി കയറുന്നു എന്നാണ് പോലീസിൻ്റെ കണക്ക്. അത് വലിയ ഒരു സംഖ്യയാണ്. കാരണം 18ാം പടിയിൽ പോലീസ് അയ്യപ്പന്മാർ ഈ തീർത്ഥാടകരെ പടി കയറ്റി വിടുന്നതിൻ്റെ വേഗതയ്ക്കനുസരിച്ചാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാകുന്നതും അത് തിരക്ക് കൂടുന്നതും. അപ്പോൾ പരമാവധി വേഗത്തിൽ ഇവിടെ അയ്യപ്പന്മാരെ പടി കയറ്റി വിടുന്നുണ്ട്. പക്ഷേ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിലാണ് പമ്പ മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. 8-10 മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് പമ്പയിൽ സന്നിധാനത്ത് എത്താൻ എടുക്കുമെന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രഞ്ജിനി, CV അനുമോദാണ് സന്നിധാനത്ത് നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ച. അനുമോദ, നല്ലൊരു ദിനം ആശംസിക്കുന്നു. എന്തായാലും സന്നിധാനത്ത് തിരക്ക് തുടരുന്നു. നിയന്ത്രണങ്ങൾ പമ്പ മുതലുണ്ട്. അനുമോദാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.